അർദ്ധവാർഷിക പരീക്ഷ 7ാം ക്ലാസ് താരീഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നമുക്ക് താരീഖിൽ പഠിക്കാനുള്ള കാര്യങ്ങളും മോഡൽ ചോദ്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും നല്ല മാർക്ക് നേടാനും കഴിയും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. താരീഖിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ നമുക്ക് പഠിക്കാനുണ്ട്. പല വിധേനയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നും തന്നെ നമുക്ക് കൃത്യമായി ഇന്നത് എന്ന് നിർണയിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ഏറെക്കുറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കിതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. അതിലൊന്ന് മലബാറിലെ മക്ക ഏതാണ്? പൊന്നാനിയാണ്. മലബാറിലെ മക്ക പൊന്നാനിയാണ്. രണ്ടാമത്തത് മഖ്ദൂമുമാരുടെ കുടുംബം യമനിൽ നിന്ന് വന്നവരാണ്. മൂന്നാമത്തത് അറക്കൽ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം ധർമ്മടമാണ്. നാലാമത്തത് കണ്ണൂരിലെ ഇരിക്കൂരിലാണ് നിലാമുറ്റം. 5 ചെരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ്. 6 മുഹമ്മദ് ഖാസിം ചരിത്രകാരനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്നതാണ്. ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും രൂപത്തിൽ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടോ ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാനോ തെറ്റിക്കൊടുത്തിട്ട് ശരിയാക്കാനോ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് വേർതിരിക്കാം എന്നുള്ളൊരു ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകം അറിയിച്ചാൽ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ബ്രാക്കറ്റിൽ കൊടുത്തത് എടവനക്കാട്, കൊടുങ്ങല്ലൂർ, പറവണ്ണ, കണ്ണൂർ, കാസർഗോഡ്, പള്ളിമുറ്റം. ഇതിനെ നമ്മൾ വടക്കേ മലബാറിലാണ്, തെക്കേ കേരളത്തിലാണ്, മധ്യ മലബാറിലാണ് എന്നിങ്ങനെ നമ്മൾ വേർതിരിക്കണം. ഇപ്പം തെക്കൻ കേരളത്തിൽ നിന്നാണ് ഈ പ്രഭാഷകന്മാരൊക്കെ വരുന്നത്. നൗഷാദ് ബാക്കവി, കബീർ ബാക്കവി, ഇവരൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവരൊക്കെ തെക്കൻ കേരളത്തിൽ നിന്നാണ്. തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, എറണാകുളം. അപ്പോൾ ആ ഭാഗം നമുക്കറിയുന്നതാണ്. നമ്മൾ പലപ്പോഴും ആ ഭാഗത്തേക്ക് യാത്ര ചെയ്തവരാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊന്ന് പറയാം. എടവനക്കാടുണ്ട്, കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലാണല്ലോ. പള്ളിമുറ്റം ഓർത്താൽ മതി. ഇനി നമ്മൾ വടക്കേ മലബാറിലേക്ക് പോകുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ വടകര, അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് തൊട്ടടുത്ത സ്ഥലങ്ങളാണ്. അത് ഓർക്കാൻ വലിയൊരു പ്രയാസമില്ല. പലർക്കും അറിയുന്ന കാര്യം കൂടെയാണ്. വടക്കേ മലബാറിലാണ് കണ്ണൂർ, കാസർഗോഡ് എന്നുള്ളത്. പിന്നെ മധ്യ മലബാറിലാണ് പറവണ്ണ. മധ്യ മലബാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല ഒക്കെ വരുന്ന, പൊന്നാനി ആ ഭാഗങ്ങളൊക്കെ വരുന്ന മധ്യ മലബാറിൽ പറവണ്ണ. ഇത് ഓർത്ത് വെച്ചാൽ ഉപകാരപ്പെടും. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് മൂന്നാമത്തത് പറയുമ്പോൾ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിലൊന്ന് ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. രണ്ടാമത്തത് യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല കിടക്കുന്നത്. ഏതാണ് യൂഫ്രട്ടീസ്? ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4-മത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആതിക്കയുടെ സഹോദരൻ കൂടിയാണ് സഈദ് റളിയല്ലാഹു അൻഹു. 5 സുബൈർ ബിൻ അവ്വാമിൻ്റെ ഖബർ എവിടെയാണ്? ബസ്റയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. പൂർത്തിയാക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ എല്ലാ ഭാഗങ്ങളും പാഠങ്ങളും നന്നായി നമ്മൾ ആവർത്തിച്ച് വായിക്കണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ 1-2 തവണ ആവർത്തിച്ച് വായിക്കുക. ചുരുങ്ങിയതൊരു 3 തവണയെങ്കിലും വായിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും, ജയിക്കാനുള്ള മാർക്ക് നേടാൻ കഴിയും. കാരണം പാഠഭാഗത്തിൽ മെയിനായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് വായിച്ചാൽ തന്നെ നമുക്കറിയും. ചിലപ്പോൾ അത് ചോദ്യോത്തരത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല, എന്നിരുന്നാലും പാഠത്തിലെ പ്രധാന കാര്യങ്ങളായിരിക്കും. അതൊക്കെ അറിയണമെങ്കിൽ പാഠം നന്നായി വായിച്ചോളൂ, നല്ല മാർക്ക് നേടാം. 4-മത്തെ ചോദ്യം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിലൊന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ചാണ്? ജോർദാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. 2 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്
മദീനയിൽ നിന്ന് ലഭിച്ച അൻസാരി സഹോദരൻ ആരായിരുന്നു? സഅദ് ബിനു റബിയ. അൽ ഖിലാഫത്തു റാഷിദയുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെയാണ്? ഹിജറ 11 മുതൽ 40 വരെയാണ്. ഹിജറ 11 മുതൽ 40 വരെ. 4. മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ലഹീറുദ്ദീൻ ബാബർ ഷോപ്പ് നോർത്താൽ മതി. ലഹീറുദ്ദീൻ ബാബർ ഷായാണ് മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ. 5. ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത്? താജുദ്ദീൻ. താജ്മഹൽ ഓർത്താൽ മതി. അപ്പോൾ താജ്മഹൽ ഒരു ചേര ഉണ്ടല്ലോ, പാമ്പ് പോലത്തെ. അപ്പോൾ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ. അതൊക്കെ പഠിച്ചു വെക്കാനുള്ള ഒരു ട്രിക്കിന് വേണ്ടി പറഞ്ഞതാണ്. അവരെ നിരുത്സാഹപ്പെടുത്താനോ താഴ്ത്തിയിട്ടോ പറഞ്ഞതല്ല, നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് എടുത്തത് മാത്രമാണ്. ഇനി 5. 2 വീതം എഴുതാം എന്നുള്ളത്. മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ: മുർഷിദ് തുല്ലാബ്, സിറാജുൽ കുലൂബ്, ഷംസുൽ ഹുദ, കിതാബുൽ അദ്കിയ, ഇർഷാദുൽ ഖാസുദീൻ. ഇതിൽ പലരുടെയും മദ്രസയുടെ പേര് തന്നെ ഉണ്ടാവും. മുർഷിദ് തുല്ലാബ്, സിറാജുൽ കുലൂബ്, ഷംസുൽ ഹുദ, കിതാബുൽ അദ്കിയ, ഇർഷാദുൽ ഖാസുദീൻ. പഠിച്ചു വെക്കുക. 2. ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന പ്രമുഖർ: മാലിക് ബിനു ദീനാർ, ഷറഫ് ബിനു മാലിക് ബിനു ഹബീബ്. മാലിക് ബിനു ദീനാർ എന്നോർത്താൽ മതി. ദീനാർ ദിർഹം അതൊന്നും, പിന്നെ ഹബീബ് എന്നോർത്താൽ മതി. അപ്പോൾ മാലിക് ബിനു ദീനാർ, മാലിക് ബിനു ഹബീബ്. പിന്നെ ഒന്ന് ഷറഫ് ബിനു മാലിക്കും. 3. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ. പൊതുവായിട്ട് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടി? ഇസ്ലാം കേരളത്തിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ഹിന്ദുക്കളായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇസ്ലാം വന്നതോടുകൂടെ മാന്യമായ വേഷവിധാനം, ശരിക്കൊന്നും വസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ല, മാറുമറക്കാത്ത ഒരവസ്ഥയായിരുന്നു. അതൊക്കെ റെഡിയായത് മാന്യമായ ഒരു വേഷവിധാനം മുസ്ലിങ്ങൾ വന്നോടുകൂടി കിട്ടി. മഹത്തായ ജീവിതശൈലി, നല്ലൊരു ജീവിതശൈലി, നേരത്തെ ഉറങ്ങാനും പിന്നെ നേരത്തെ എണീക്കാനും ജീവിത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു മഹത്തായ ജീവിതശൈലി കിട്ടിയത് ഇതുകൊണ്ടാണ്. പിന്നെ എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ്. മറ്റേത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സ്നേഹിക്കാതെ നടന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവ് കിട്ടി. ഇനി ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തി ഗുണങ്ങൾ എന്തൊക്കെയാണ്? സമയമായാൽ ഉടനെ നിസ്കരിക്കും. അത് നമുക്കില്ലാത്തൊരു ഗുണം ഓർത്താൽ മതി. സമയമായാൽ ഉടനെ നിസ്കരിക്കും. എന്നാലും കുറഞ്ഞ ആളുകളൊക്കെ നേരത്തിന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. സമയമായാൽ ഉടനെ നിസ്കരിക്കുന്ന ഔറംഗസീബ്. അതേപോലെ തന്നെ വുളു മുറിയാതെ സൂക്ഷിക്കുക, അത് നമുക്കില്ലാത്തൊരു ഗുണമാണ്. വുളു മുറിഞ്ഞാൽ അപ്പം വുളു എടുക്കും. പിന്നെ റമദാനിലെ രാവുകൾ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക. റമദാനിലെ തറാവീഹ് 20 റക്അത്തുണ്ടല്ലോ, അത് ഒരുപാട് വലിയ സൂറത്തുകളൊക്കെ ഓതി ഹയാത്താക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് ഇനി ബാക്കി 24-ാമത്തെ പേജിലുണ്ട്, നോക്കുക. ഇനി 6. വ്യക്തമാക്കാം. താഴെ പറയുന്നവരുടെ കുടുംബം വ്യക്തമാക്കാനാണ്. അതിലൊന്ന് അലി റളിയല്ലാഹു അൻഹു ബനു ഹാഷിമാണ്. 2 അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബനു ഫിഹ്റാണ്. 3 ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യയാണ്. 4 സുബൈർ റളിയല്ലാഹു അൻഹു ബനു അസദാണ്. തുൽഹ റളിയല്ലാഹു അൻഹു ബനു തൈമാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ പേരിൻ്റെ കുടുംബം നമ്മൾ പറയുന്നവരുടെ കുടുംബം എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. രണ്ടിലും കൂടെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ടോ നോക്കുക. അത് ഇമ്പോർട്ടൻ്റായി കാണുക, എഴുതി പഠിക്കുക. പോയിൻ്റുകളൊക്കെ നോട്ടാക്കി എഴുതി വെച്ചിട്ട് പരീക്ഷയ്ക്ക് കയറാൻ നേരത്തെ ഒന്ന് നോക്കി മനസ്സിരുത്തുക. ഒരു തവണ കേട്ടിട്ട് മനസ്സിൽ ഉറച്ചില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ ഇത് കേൾക്കുക. ഉപകാരമുണ്ടാകും. കാരണം ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ചിലപ്പം ബ്രാക്കറ്റിൽ നിന്നായിരിക്കും, ചിലപ്പോൾ തെറ്റ് ശരിയാക്കാനായിരിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കും. എങ്ങനെയും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് താരീഖിൽ നമുക്ക് 50 മാർക്കും വാങ്ങണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാഠഭാഗങ്ങൾ നന്നായി വായിക്കുക. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മരുന്ന്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല മാർക്കുണ്ടാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. അതിന് നിങ്ങളെ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.